നമസ്കാരം. തെക്കൻ തോട്ട്സ്. സമാധിയും മൃത്യുവും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ച് കഴിഞ്ഞ ചർച്ചയിൽ നമ്മൾ പ്രതിപാദിച്ചിരുന്നു. സമാധി സ്വച്ഛന്ത മൃത്യുവാണ്. സ്വയം ഒരു അധികാരം കൂടെയുണ്ട് ഈശ്വരൻ്റെ തീരുമാനത്തിന് മേൽ. തൻ്റെ പ്രാണനെ, താനാകുന്ന പ്രാണനെ വേറൊരു ശരീരത്തിലേക്കോ അല്ലെങ്കിൽ പരമാത്മാവിലേക്കോ ലയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ആ തീരുമാനത്തിൽ. ഇതാണ് സ്വച്ഛന്ത മൃത്യു അഥവാ സമാധി. ഈ സമാധിയുടെ സമയം മഹാത്മാക്കൾക്ക് നേരത്തെ നിർവചിക്കുവാൻ സാധിക്കും. ചിലരത് പറയും, ചിലരത് പറയില്ല. അവർ സമാധിയിലേക്ക് കടക്കും. ചില ജ്യോതിഷന്മാർ ഇത് കണക്കുകൾ കൊണ്ട് കണക്ക് കൂട്ടി നേരത്തെ പറയാറുണ്ട്. അത് 50% ശരിയാകും, 50% ശരിയായില്ലെന്നും ഇരിക്കാം. എന്നാൽ മഹാത്മാക്കൾ ഇത് കൃത്യമായി തന്നെ പറയുന്നുണ്ട്. നമുക്ക് അഭേദാനന്ദ സ്വാമികളെക്കുറിച്ച് അറിയാം. വാരണാസിയിൽ വെച്ച് അദ്ദേഹം തൻ്റെ ശിഷ്യന്മാരെയൊക്കെ വിളിച്ച് പറഞ്ഞു, എൻ്റെ ശരീരം മുഴുവൻ നിങ്ങൾ തുണി ചുറ്റുക. ആ തുണി ചുറ്റിയതിന് ശേഷം വായും കണ്ണുമൊഴിച്ച് ബാക്കിയെല്ലാം ചുറ്റുക. ശിഷ്യന്മാർ അത് കേട്ട് അതനുസരിക്കുകയും വായും കണ്ണും മൂടുന്നതിന് മുമ്പായി അദ്ദേഹം ചോദിച്ചു, ഞാൻ സമാധിയാകാൻ പോവുകയാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടോ? ഇല്ല എന്ന് ശിഷ്യന്മാർ പറഞ്ഞപ്പോൾ, ശരിയെങ്കിൽ കണ്ണും വായും കൂടെ മൂടിക്കോളൂ. അങ്ങനെ ശിഷ്യന്മാർ അങ്ങനെ അത് ചെയ്ത് അദ്ദേഹത്തെ ഗംഗയുടെ മധ്യത്തിൽ കൊണ്ടുപോയി അദ്ദേഹത്തിൻ്റെ ശരീരം ഗംഗയിലേക്ക് ഒഴുക്കിക്കളയുകയാണ് ചെയ്തത്. ഇത്തരത്തിലുള്ള സമാധി, ഇത് ജലസമാധി എന്നാണ് പറയുന്നത്. കൃത്യമായി പിന്നീട് ഇതിനെക്കുറിച്ച് വിശദമായി പറയുന്നുണ്ട്. ഇത്തരത്തിലുള്ള സമാധിയെ ഒരു പ്രത്യേകതയുണ്ട്. ആ സമാധിയിൽ ശരീരം താഴേക്ക് ആഴ്ന്നു പോയാൽ പിന്നെ അത് പൊന്തി വരില്ല. സാധാരണ മൃത്യുവെങ്കിൽ അത് ശരീരം പൊന്തി വരും. ഇത്തരത്തിലുള്ള സമാധികൾ പുരാണങ്ങളിലും ചരിത്രത്തിലുമൊക്കെ ധാരാളം നമുക്ക് കാണുവാൻ സാധിക്കും. സരയൂ നദിയിൽ സമാധി ചെയ്ത ഒരാളിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അത് ശ്രീരാമനാണ്. അദ്ദേഹത്തിൻ്റെ ശരീരത്തെ പിന്നെ ആരും കണ്ടിട്ടില്ല. ഈ സമാധി എന്ന് പറഞ്ഞാൽ പഞ്ചഭൂതങ്ങളിലേക്ക്, ശരീരം പഞ്ചഭൂതങ്ങളിലേക്ക് ലയിപ്പിക്കുന്ന അവസ്ഥയാണ് സമാധി ഇരുത്തൽ എന്ന് പറയുന്നത്. സമാധി ആകലും അങ്ങനെ തന്നെയാണ്. നമ്മൾ സാധാരണ കേൾക്കുന്ന സമാധി ഇരുത്തൽ, അതായത് അഗ്നിയിൽ ദഹിപ്പിക്കുക. ഏതഗ്നി? 2 തരം അഗ്നിയുണ്ട്. നമ്മൾ കാണുന്ന തീയ്, അതുകൂടാതെ തീയിനേക്കാൾ വലിയ ചൂടുള്ളതും ദഹിപ്പിക്കുന്നതുമായ ചില വസ്തുക്കൾ, കർപ്പൂരം മുതൽ അങ്ങനെ മയം മുതൽ ഭസ്മം മുതൽ അങ്ങനെ പലതും ഇട്ടുകൊണ്ട് ഭൗതിക ശരീരത്തെ, സമാധിയായ ആളുടെ ഭൗതിക ശരീരത്തെ പഞ്ചഭൂതങ്ങളോട് ലയിപ്പിക്കുന്ന ഒരവസ്ഥയുണ്ട്. അതാണ് നമ്മൾ സാധാരണ സമാധി ഇരുത്തലായി കണ്ടത്. നമ്മുടെ നെയ്യാറ്റിൻകര അവിടെയും നടത്തിയതാണ്. അതല്ലാതെയുള്ള പഞ്ചഭൂതാത്മകമായ 5 തരത്തിലുള്ള സമാധി ഇരുത്തലും സമാധിയുമുണ്ട്. അതിനെക്കുറിച്ച് വിശദമായി സംസാരിക്കാം. പഞ്ചഭൂതങ്ങളിൽ അധിഷ്ഠിതമാണ് നമ്മുടെ ഈ ലോകം. ഇപ്പം മുമ്പ് നേരത്തെ പറഞ്ഞതുപോലെ ജീവാത്മാവും പരമാത്മാവും. പരമാത്മാവ് എന്ന് പറയുന്ന ഈ ലോകം അല്ലെങ്കിൽ ഈ ബ്രഹ്മാണ്ഡം മുഴുവൻ ആ നിറഞ്ഞു നിൽക്കുന്ന ഒരു ചൈതന്യത്തിൻ്റെ ഒരു ഭാഗം നമ്മുടെ ഉള്ളിലുമുണ്ട്. അതിനെ ജീവാത്മാവ് അല്ലെങ്കിൽ ജീവൻ എന്ന് പറയുന്നത് പോലെ പഞ്ചഭൂതങ്ങളിൽ അധിഷ്ഠിതമായ ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം, ഈ 5 മൂലകങ്ങൾ അല്ലെങ്കിൽ 5 ഭൂതങ്ങളാൽ നിർമ്മിതമാണ് ഈ ബ്രഹ്മാണ്ഡം മുഴുവൻ. അപ്പോൾ നമ്മുടെ ശരീരവും അതിൻ്റെ ആ ബ്രഹ്മാണ്ഡത്തിൻ്റെ ഒരു ചെറിയ രൂപമായ നമ്മുടെ ശരീരവും ഈ പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമാണ്. ഈ ശരീരമാവുന്ന പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായിരിക്കുന്ന അതിനെ ഈ പഞ്ചഭൂതങ്ങളിലേക്ക് ജീവാത്മാവ് പരമാത്മാവിലേക്ക് ലയിപ്പിക്കുന്ന ആ ചടങ്ങ് കൂടിയാണ് സമാധി ഇരുത്തൽ അഥവാ സമാധി. ശരീരത്തിൻ്റെ ഏതാണ്ട് 72% വെള്ളമാണ്. ഭൂമിയും നമുക്കറിയാം ഏകദേശം വെള്ളമാണ് കൂടുതൽ. അങ്ങനെ നമ്മളങ്ങനെ ചിന്തിച്ചാൽ ഇതിൽ ആകാശം എന്ന ഭാഗത്തിന് മാത്രമേ ഉള്ളൂ നമുക്ക്, അത് അസ്തിത്വത്തിൻ്റെ ഭാഗമാണ്. നമുക്കതിനെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ജീവൻ്റെ അസ്തിത്വവും അങ്ങനെയുള്ള കാര്യങ്ങളുമാണ് അതിനകത്ത് കൂടുതലായി പറയേണ്ടത്. അതൊക്കെ വലിയ അറിവുള്ളവർ പറഞ്ഞു തരേണ്ട കാര്യമാണ്. ഏതായാലും ഇത്തരത്തിലുള്ള സമാധി ഇരുത്തലിൽ പഞ്ചഭൂതങ്ങളിലേക്ക് ഉള്ള ലയിപ്പിക്കൽ അല്ലെങ്കിൽ പഞ്ചഭൂതങ്ങൾ അധിഷ്ഠിതമായ സമാധിയുണ്ട്. അതിൽ ഭൂമി സമാധിയുണ്ട്, ജലസമാധിയുണ്ട്. ഞാനിപ്പം പറഞ്ഞ അഭേദാനന്ദ സ്വാമികളുടെ ജലസമാധിയുണ്ട്. പിന്നീട് വായു സമാധിയുണ്ട്, ആകാശ സമാധിയുണ്ട്, അഗ്നിസമാധിയുണ്ട്. ഈ അഗ്നിസമാധിയൊക്കെ നമ്മളുടെ ഇവിടെ മാത്രമല്ല, ഭാരതത്തിൽ മാത്രമല്ല സംഭവിച്ചിട്ടുള്ളത്. നമ്മൾ അതിനെക്കുറിച്ച് അന്വേഷിച്ചാൽ പല രാജ്യങ്ങളിൽ അഗ്നിസമാധി ഉണ്ടായിട്ടുള്ളതായിട്ട് അറിയാം. അഗ്നിസമാധി എന്ന് പറഞ്ഞാൽ നമ്മൾ കത്തിക്കുകയല്ല, ശരീരത്തെ കത്തിക്കുകയല്ല. സമാധി ആയതിനു ശേഷം മാത്രമേ
സമാധി ഇരുത്തൽ ചടങ്ങ് നടക്കുകയുള്ളൂ. ജീവനുള്ള സമയത്ത് അല്ലെങ്കിൽ ഉള്ളിൽ ആത്മാവുള്ള സമയത്ത് ഒരിക്കലും സമാധി ഇരുത്തുകയില്ല. സമാധി ഇരുത്തുന്നത് നമ്മുടെ ഈ ശരീരത്തിൽ നിന്നും 9 പ്രാണന്മാരും പോയതിനു ശേഷം ഈ ശരീരത്തെ, ബാക്കി വന്ന ഈ ഉച്ഛിഷ്ടത്തെ അല്ലെങ്കിൽ ചത്തുപോയതിനെ എന്ന് നമ്മൾ പറയും. സത്തുപോയതിനെ, ബാക്കി വന്നതിനെ, അതിനെ പഞ്ചഭൂതങ്ങളോട് ലയിപ്പിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള അഗ്നിസമാധിയൊക്കെ പല യൂറോപ്യൻ കൺട്രീസിലൊക്കെ നടന്നതായിട്ട് ഞാൻ വായിച്ചിട്ടുണ്ട്. വിശദമായി സമാധിയെക്കുറിച്ച് പറയുന്ന സമയത്ത് അതിനെക്കുറിച്ച് പറയാം. അപ്പോൾ ഈ സ്വച്ഛന്ത മൃത്യുവും ഈ സമാധിയിലെത്തലുമൊക്കെ നമ്മുടെ സംസ്കാരത്തിൽ നമ്മുടെ ജീവനെക്കുറിച്ചും ഈ പറഞ്ഞതുപോലെ പരമാത്മാവിനെക്കുറിച്ചും അതിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള അതാകുന്ന ജീവാത്മാവിനെക്കുറിച്ചും ഈ ലോക ബ്രഹ്മാണ്ടം ഉണ്ടാക്കിയിരിക്കുന്ന പഞ്ചഭൂതങ്ങളെക്കുറിച്ചും ആ പഞ്ചഭൂതങ്ങളുടെ അതേ സൃഷ്ടിയായിട്ടുള്ള പഞ്ചഭൂതങ്ങളാൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള നമ്മുടെ ശരീരത്തെക്കുറിച്ചുമൊക്കെ അഗാധമായി ചിന്തിച്ചുകൊണ്ട് അതിനെ മനസ്സിലാക്കിയ നമ്മുടെ ഋഷിവര്യന്മാരും നമ്മുടെ പൂർവ്വസൂരികളും പൂർവ്വ പിതാക്കന്മാരും ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ്, മനസ്സിലാക്കി തന്നിരിക്കുന്നതാണ്. ഇതിനെക്കുറിച്ച് നമുക്ക് പഠിക്കാം. അടുത്ത ഭാഗത്തിൽ പഞ്ചഭൂത സമാധിയെക്കുറിച്ച് വിശദമായി പറയാം. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇതിലെ ചർച്ചയിൽ പങ്കെടുക്കാനും ഒന്ന് മണിയടിക്കുവാനും ആരും മറക്കരുത്. നന്ദി, നമസ്കാരം.